ടിവി ന്യൂസിന്റെ ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങൾക്ക് എങ്ങനെ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ വന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം തേടിയുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ യാത്രയിൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. അപ്പോൾ ഈ വേളി എന്ന സ്ഥലത്ത് വേളി എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോടൊന്ന് ചോദിച്ചറിയാം. വേളി എന്ന സ്ഥലത്ത് ഇവിടെ ഈ വേളി എന്ന പേരുണ്ടാകാനുള്ള കാരണം അറിയോ? ഞാൻ ഇവിടെ വരുമ്പോഴേ ഇത് വേളിയായിട്ട് വേളി തന്നെ. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ അല്ല. അതുകൊണ്ട് എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വേളി എന്ന പേര് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരല്ലേ, വ്യത്യസ്തമായിട്ടുള്ള? എനിക്കതിനെ പറ്റി അറിയാൻ വയ്യ. ഞാൻ ഇവിടെ വന്നതാണ്, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. അന്നേ ഈ വേളി തന്നെ, വേളിയുടെ പേരും പറഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത്. വേളിയിലാ കല്യാണ ചെറുക്കൻ വേളിയിലാന്ന് പറയുന്നത്. അങ്ങനെ കല്യാണ ചെറുക്കൻ വേളിയിലാണെന്ന് മാത്രമേ അമ്മച്ചിക്ക് അറിയാവൂ, കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ ചെറുക്കൻ, ആ കല്യാണ ചെറുക്കൻ ഇതാണ്. അപ്പൊ കല്യാണ ചെറുക്കനെ അറിയാമായിരിക്കും അല്ലേ? കല്യാണ ചെറുക്കൻ പറയും. വേളി എന്ന സ്ഥലത്ത് ഈ വേളി എന്ന പേര് എങ്ങനെ ഉണ്ടായി? വേളി എന്ന പേരാണ് ആ ചരിത്രം ഒന്നും എനിക്കറിഞ്ഞ. വേളി എന്ന് പറഞ്ഞാൽ ഭാര്യയാണെന്നുള്ള അർത്ഥം മാത്രമേ അറിയാം. വേളി എന്ന് പറഞ്ഞാൽ ഭാര്യ. അന്നും അത് പഴയ ഈ നമ്പൂരിമാരുടെയൊക്കെ ഭാഷയാണ്. ഇല്ലത്തെ വേളി കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടുന്ന് വേളിയിലേക്ക് ബസ് കയറി ഇരുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വേളി കഴിയെന്ന് പറയും. അപ്പോൾ വേളി കഴിയാത്തവരോ ഇല്ല കഴിഞ്ഞില്ലെന്ന് പറയും. അതെന്താ ഇവിടെ മാത്രം അങ്ങനെ പറയാനുള്ള കാര്യം? വേളി ആയതുകൊണ്ട് അതിനും കൊച്ചുവേളി വലിയ വേളിയുണ്ട്. അതെന്താ കൊച്ചുവേളി? എല്ലായിടത്തും കാണുമല്ലോ. പിന്നെ ചെറിയ കൊണ്ണി വലിയ കൊണ്ണി എന്നൊക്കെ പറയും പോലെ എല്ലായിടത്തും കാണും. അതിന്റെ ചെറുതും വലുതും ഒക്കെ. പിന്നെ താഴെ കൊണ്ണി, ചില സ്ഥലങ്ങൾക്ക് എന്തരോ സ്ഥലങ്ങളുടെ പേരുണ്ട്. താഴെ കല്ലിയോട്, മേലെ കല്ലിയോട്, ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ പേരിന് മാറ്റങ്ങൾ. അല്ല, ഈ വേളി എന്ന ഒരു പേര് ഇവിടെ ബ്രാഹ്മിൺസ് ആണോ കൂടുതൽ താമസിച്ചത്? ഇവിടെ ബ്രാഹ്മിൺസ് ഒന്നും രാജാക്കന്മാരൊന്നും ഇല്ലായിരുന്നു പണ്ട്. ഇവിടെ പിന്നെ ആകെ ഉള്ളത് ഈ ഇത് മറ്റേ ഗോദവർമ്മ രാജ GV രാജയുടെ, അയാൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വാട്ടർ സ്പോർട്സിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സ്ഥലമാണിത് പണ്ട് കാലത്ത് രാജാവ്. അങ്ങനെയാണ് ഇവിടെ. അതിന് പിന്നെ ഇങ്ങനെ വെറുതെ വെറും ബോട്ടിങ് മാത്രം, അതിൻ്റെ ബോട്ടിങ് ആയിട്ടല്ല, അവർക്ക് മാത്രം അവരുടേത് മാത്രം അയാളുടെ ഉല്ലാസത്തിന് അവർ വല്ല അവധി ദിവസങ്ങളിൽ അവരും കുടുംബവും അതേപോലെ വലിയ ഉദ്യോഗസ്ഥന്മാർ അവരിൽപ്പെട്ട പരിചയക്കാരുമൊക്കെ വന്ന് ബോട്ടിങ്ങൊക്കെ നടത്തി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. വേളി എന്ന പേരുണ്ടാവാനുള്ള കാരണം അറിയാമോ? അതറിഞ്ഞൂടാ. അതറിഞ്ഞൂടാത്തെ? നമ്മൾ ജനിച്ച നാളുകൊണ്ട് പറയല്ലേ വേളിയാണെന്ന്. അങ്ങനെ കേട്ടിട്ടുള്ളൂ? ഓ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇത് ഇവിടെ വേളി, അതിന്റെ അപ്പുറത്ത് കൊച്ചു വേളി, അതിന്റെ എന്തെങ്കിലും ഒരു കാരണം അറിയാവോ? ഒന്നും അറിഞ്ഞൂടാ. ഒന്നും സ്ഥലമില്ലേ വേളി? വേളിക്ക് വേളി എന്ന പേര് വരാനുള്ള കാരണം അറിയോ? അറിയത്തില്ല. ഇവിടെ ഉള്ളതല്ല എങ്കിലും ആൾക്കാർ മാതാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. അല്ലാതെ ഇതിനൊരു വേലിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വേളി എന്ന പേര് വരാനുള്ള കാരണം അറിയോ? അതറിഞ്ഞൂടാ. വേളി എന്ന് വെച്ചാൽ കല്യാണം. പണ്ട് ഇത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരു മണ്ഡപത്തിന്റെ അകത്തുണ്ടായിരുന്നു. അത്ര അറിയാം. മണ്ഡപം ഉണ്ടായിരുന്നു ഇവിടെ? ഓ, അപ്പോൾ ആ മണ്ഡപം കേന്ദ്രീകരിച്ച് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കും ഇവിടെ വേളി എന്ന പേര് വരാനുള്ള കാരണം. അറിയത്തില്ല. സ്ഥലത്ത് വേളി എന്ന പേര് വരാനുള്ള കാരണം അറിയാം? അറിയത്തില്ല. എങ്കിലും അതിലൊരു കാരണം കാണുമല്ലോ. അറിയത്തില്ല. എനിക്ക് വേളി എന്ന പേര് വരാനുള്ള കാരണം, വേളി എന്ന് എഴുതുമ്പോൾ അതിനകത്ത് 4 അക്ഷരമുണ്ട്. ആ 4 അക്ഷരം കൂട്ടി വയ്ക്കുമ്പോൾ വേളി എന്ന് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ആ പേരങ്ങനെ. സീരിയസ് ആയിട്ട് വേറെ കാരണങ്ങളൊന്നുമില്ല. അനുശ്രീ. അതിനകത്ത് എത്ര അക്ഷരമുണ്ട്? അതെന്തോ അവിടെ അക്ഷരമുണ്ട്. ആ അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ പേരെങ്ങനെ വന്നത്. അതിന്റെ ഒരു കാരണം കാണുമല്ലോ. നമ്മുടെ ഈ ആലങ്കോട് എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയായിരുന്നു. അവിടെ ഒരു ആലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ആലങ്കോട് എന്ന പേരുണ്ടായിരുന്നു. കാരണം ഇവിടെ എവിടെയാ വേളി ഉള്ളത്? ഇത് തന്നെയാണ് വേളി എന്ന് വെച്ചാൽ. വേളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമിഴിലാണെങ്കിൽ കല്യാണം എന്ന് പറയും. അതന്നെ. ഇംഗ്ലീഷിലാണെങ്കിൽ VELI എന്നും പറയും. അതന്നെ കല്യാണം. ഇവിടെ കല്യാണം ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? എവിടെയാ കല്യാണം ഇല്ലാത്തത്?
അല്ല എങ്കിൽ പിന്നെ എല്ലാ സ്ഥലത്തിന്റെ പേരും വേളി എന്നാക്കണമായിരുന്നല്ലോ. എല്ലായിടത്തും കല്യാണം ഉള്ളതാണ് എങ്കിൽ പിന്നെ എല്ലാ സ്ഥലത്തിന്റെ പേരും വേളി എന്നാക്കണം. ഇവിടെ ഒരു പ്രത്യേക തരം വേളി ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഇടാനുള്ള കാരണം ഞാൻ ചോദിച്ചു. അത് ഇനി കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ അച്ഛനോടോ എൻ്റെ അമ്മയുടെ അച്ഛനോടോ പോയി ചോദിക്കേണ്ട ഒരു കാര്യം. അവരൊക്കെയാണ് പണ്ട് ഇതിന് വേളിയിൽ പേരിട്ടത്. വേളിക്ക് വേളി എന്ന പേര് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. മണ്ഡപത്തിൽ ഒരുപാട് വേളി അല്ലെങ്കിൽ കല്യാണം നടന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു സ്ഥലം തേടിയുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ബൈ ബൈ.